സിംഹത്തിന്റെ കഥ പറയാം. ഒരു കാട്ടിൽ സിംഹം രാജാവായി ഭരണം വഹിച്ചിരുന്നു. എല്ലാ മൃഗങ്ങളും സിംഹത്തെ ഭയപ്പെട്ടും ആദരിച്ചും ജീവിക്കുകയായിരുന്നു. എന്നാൽ സിംഹം ദിനംപ്രതി ഒരു മൃഗത്തെ വേട്ടയാടി തിന്നുകയായിരുന്നു. ഇതുകൊണ്ട് മൃഗങ്ങളെല്ലാം ഭയവും വിഷാദവും അനുഭവിച്ചു. ഒടുവിൽ അവരും ചേർന്ന് ഒരു കരാർ സിംഹത്തോട് നിർദ്ദേശിച്ചു. രാജാവേ, ദയവായി ദിവസേന ഞങ്ങളിൽ നിന്നൊരാളെയും തിരഞ്ഞെടുക്കാം. അതിനായി നിങ്ങൾ വേട്ടയാടേണ്ടതില്ല. സിംഹം ഇതിൽ സമ്മതിച്ചു. അന്നു മുതൽ ഓരോ മൃഗവും ഓരോ ദിവസം സ്വയം സിംഹത്തോട് ഹാജരായി ഭക്ഷണമാകാൻ പോയി. അങ്ങനെ ഒരു ദിവസം സുന്ദരനായ മാൻ ഇരയായി. മറ്റൊരു ദിവസം സിംഹത്തിൻ്റെ ഗുഹയിലോട്ട് വരയൻ സീബ്ര പോയി. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ സിംഹത്തിൻ്റെ ഗുഹയിലോട്ട് പോയി. അങ്ങനെ ഓരോരുത്തരും സിംഹത്തിന് ഓരോ ദിവസമായി ഇരയായി. അങ്ങനെ ഒരു ദിവസം അതിൻ്റെ തിട്ടുകുരങ്ങൻ എന്ന കുരങ്ങന് ആ ഒരു അവസരം എത്തിയപ്പോൾ കുരങ്ങൻ സന്തോഷത്തോടെ ആലോചിച്ചു, ഞാൻ മരണത്തെ വഴങ്ങാൻ പോകാതെ ബുദ്ധി ഉപയോഗിക്കാം. കുരങ്ങ് വൈകിപ്പോയി സിംഹത്തിൻ്റെ മുന്നിലെത്തി. സിംഹം കോപിച്ചു ചോദിച്ചു, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? കുരങ്ങ് കപട ദുഃഖത്തോടും ഭയത്തോടും പറഞ്ഞു, മഹാരാജാവേ, മറ്റൊരു സിംഹം എൻ്റെ വഴിയിൽ നിന്നേക്കാൾ വലിയ സിംഹമാണ് രാജാവ് എന്ന് അവകാശപ്പെട്ടു. അതിനെ ഭയന്ന് മാത്രമാണ് ഞാൻ വൈകിയത്. ഇത് കേട്ട് സിംഹം അതിക്രുദ്ധിയായി. എവിടെയാണ് ആ സിംഹം? കാണിച്ചു തരൂ. അങ്ങനെ കുരങ്ങ് അതിനെ അടുത്തുള്ള കുളത്തിലേക്ക് കൊണ്ടുപോയി. കുളത്തിൽ സ്വന്തം പ്രതിഫലനം കണ്ട സിംഹം ശത്രുവെന്നു കരുതി വെള്ളത്തിലേക്ക് ചാടി. കുളത്തിൽ സ്വന്തം പ്രതിഫലനം കണ്ട സിംഹം ശത്രുവെന്നു കരുതി വെള്ളത്തിലേക്ക് ചാടി. പക്ഷേ നീന്താൻ അറിയാത്തതിനാൽ സിംഹം കുളത്തിൽ മുങ്ങി. അങ്ങനെ സിംഹം ഒരുപാട് വെള്ളം കുടിച്ചു. സിംഹത്തിന് ജീവൻ നഷ്ടമായി. ഇത് കണ്ട് മൃഗങ്ങൾ സന്തോഷത്തോടെ അവരുടെ സ്വാതന്ത്ര്യം ആഘോഷിച്ചു. താങ്ക് യു, ബൈ ബൈ. താങ്ക് യു.